ത്രിയേക ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വചനപ്പുലരിയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. 2 കൊരിന്ത്യൻസ് 8-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങൾക്കറിയാമല്ലോ. അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി, തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകാൻ വേണ്ടി തന്നെ. നമ്മളെല്ലാവരും എപ്പോഴും ദൈവകൃപയിൽ ആശ്രയിക്കുന്നവരാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവകൃപ നമ്മളിൽ സംജാതമാകുന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളം എന്താണ് എന്ന് ഈ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുക. കർത്താവായ യേശുവിൻ്റെ കൃപ നിങ്ങൾക്കറിയാമല്ലോ. എന്താണ് ആ കൃപ? അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി. ഒരാൾ സമ്പന്നനായിരുന്നു, വെറുതെ ദരിദ്രനായതല്ല, നിങ്ങൾക്കു വേണ്ടി അവൻ എന്ത് ചെയ്തു? ആ സമ്പന്നത മാറ്റിവെച്ചിട്ട് അവൻ ദരിദ്രനായി തീർന്നു. എന്തിനാണ്? അവൻ ത്യജിച്ചതെല്ലാം നമുക്ക് സമ്പാദ്യമായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മളങ്ങനെ സമ്പന്നരാകുക. നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ നമ്മുടെ മാതാപിതാക്കന്മാർ അവർ വളരെ സുഭിക്ഷമായി ജീവിക്കേണ്ട സമയങ്ങളിൽ അവരാ സമ്പന്നത മാറ്റിവെച്ചിട്ട് പലപ്പോഴും നമ്മളെ പ്രതി പല കാര്യങ്ങളിൽ പരിമിതരായി തീർന്നിട്ടുണ്ട് മക്കൾക്ക് വേണ്ടി. അത് പാപത്തിൻ്റെ കാര്യത്തിലായാലും പാപം ചെയ്യാനുള്ള സാഹചര്യങ്ങൾ മക്കളെ ഓർത്ത് വേണ്ടത് വെച്ചിട്ടുണ്ടാകും. ചിലപ്പം വളരെ ആഡംബരത്തോടുകൂടി ജീവിക്കാനായിട്ട് ആഗ്രഹമുണ്ട്, പക്ഷേ മക്കളെ പ്രതി അവർ അത് വേണ്ടെന്ന് വെക്കുക. അതുപോലെ അവരുടെ നല്ല ആഗ്രഹങ്ങൾ മക്കളുടെ കാര്യങ്ങൾക്ക് വേണ്ടി വേണ്ടെന്ന് വെക്കുക. അങ്ങനെയൊക്കെ ചെയ്ത മാതാപിതാക്കന്മാരാണ് നമുക്കുള്ളവർ. നമ്മുടെ ഇടവകയിലെ വൈദികർ അവരുടെ ജീവിതത്തിലെ നല്ല യൗവനകാലം അവർ സഭയ്ക്ക് വേണ്ടിയും ഇടവക ജനത്തിന് വേണ്ടിയും പള്ളിയിലെ കൊച്ചുമുറിയിൽ വന്ന് താമസിച്ച് ത്യാഗമെടുത്തവരാണ്. അതുപോലെ സന്യാസിനികൾ അവർ നമുക്ക് ദൈവകൃപ ലഭിക്കാൻ വേണ്ടിയാണ്, നമ്മെ സമ്പന്നരാക്കി തീർത്താൻ വേണ്ടിയാണ് അവരൊക്കെ അവരുടെ സ്വാഭാവിക ജീവിതത്തിൽ നിന്ന് മാറി ചില ത്യാഗങ്ങൾ എടുത്തത്. സത്യത്തിൽ ഇന്ന് നമ്മളിൽ കാണുന്ന പല സമ്പന്നതകളും, ആത്മീയത അടക്കം, നമ്മുടെ നല്ല ശീലങ്ങൾ, നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന നമ്മുടെ പാരമ്പര്യങ്ങൾ, പുണ്യങ്ങൾ, ഇതെല്ലാം ആരൊക്കെയോ അവരുടെ ജീവിതത്തിൽ ത്യാഗമെടുത്ത് നമുക്ക് പകർന്നു തന്നതാണ്. ദൈവം ഈ ലോകത്തിന് നൽകിയതും സ്വന്തം ജീവിതത്തിലേക്ക് സ്വീകരിച്ചതും സ്വീകരിച്ച ശേഷം നമുക്ക് പങ്കുവെച്ച് നൽകിയതുമായ അനേകം പുണ്യങ്ങളുണ്ട്. ആ പുണ്യങ്ങളെല്ലാം പരിശീലിക്കാൻ വേണ്ടി അവർ നടത്തിയ ത്യാഗത്തിൻ്റെ ഫലമാണ് നമുക്ക് കിട്ടുന്ന ഇന്നത്തെ ദൈവകൃപ എന്ന സമ്പന്നത. അതുകൊണ്ട് അടുത്ത തലമുറയ്ക്ക് ഈ കൃപ പകരാൻ നമുക്ക് ലഭിച്ചിട്ടുള്ള സ്വാഭാവിക ജീവിതത്തിൽ നിന്ന് ഏതൊക്കെ മേഖലയിൽ ത്യാഗമെടുക്കാൻ നമുക്ക് സാധിക്കുന്നു, അതൊക്കെ മറ്റുള്ളവർക്ക് നന്മയാകുമെങ്കിൽ ത്യാഗമെടുക്കുന്നത് വളരെ നല്ലതാണ്. അങ്ങനത്തെ കൊച്ചു കൊച്ചു ത്യാഗങ്ങൾ നമ്മളെ കൂടുതൽ ദൈവകൃപയുള്ളവരാക്കി തീർക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.